റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് പൊട്ടിത്തെറിയിലേക്ക്. അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് ഹൈബി ഈഡൻ KPCC അധ്യക്ഷനെ ഹൈബി രാജി സന്നദ്ധത അറിയിച്ചു. നേതാക്കളെ അധിക്ഷേപിച്ചതിൽ ഡിജിറ്റൽ മീഡിയ സെൽ പ്രതിക്കൂട്ടിലായിരുന്നു. നേതാക്കളെ അധിക്ഷേപിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. അധിക്ഷേപത്തിന് നേതൃത്വം നൽകിയത് കോർഡിനേറ്റർ വിമല ബിനുവാണെന്നാണ് ആരോപണം. ഷിപാലുണ്ട്. ഷിപാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള പോര് മുറുകുന്നതിനിടയിലാണ് വാട്സപ്പ് ഗ്രൂപ്പുകളും സൈബർ കൂട്ടായ്മകളും ഉപയോഗിച്ചുകൊണ്ട് പല നേതാക്കൾക്കെതിരെയും രംഗത്തെത്തിയത്. വിമല ബിനുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സതീശന് അനുകൂലമായി, KCക്കെല്ലാം എതിരായി ചില പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇത് വലിയ വിഴുപ്പലക്കലായി മാറുന്നത് നമ്മൾ കണ്ടു. വലിയ ചർച്ചാ വിഷയമായി. ഈ സാഹചര്യത്തിലാണോ ഹൈബി ഈഡൻ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയിൽ നിന്ന് സ്ഥാനമൊഴിയാനുള്ള തീരുമാനം അറിയിച്ചിരിക്കുന്നത്? റോഷി. അരുൺകുമാർ, കഴിഞ്ഞ ദിവസമാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലെ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. അത് ഇലക്ഷൻ 2026 VDS എന്ന വാട്സാപ്പ് ഗ്രൂപ്പ്, അതിന്റെ അഡ്മിൻ കൂടിയാണ് വിമല ബിനു. മാത്രവുമല്ല KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയാണ് വിമല ബിനു. ആ വിമല ബിനുവിന്റെ നേതൃത്വത്തിലുള്ള ആ ഗ്രൂപ്പിലാണ് റോജിയം ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് അധിക്ഷേപം ചൊരിയാനുള്ള ആഹ്വാനം ഉണ്ടായത്. മാത്രവുമല്ല, അതേ ഗ്രൂപ്പിൽ തന്നെ K സുധാകരനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കുറിപ്പും വിമല ബിനു പോസ്റ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ പുറത്തുവിട്ടതോടെ അത് വലിയ വിവാദങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്തു. അങ്ങനെയാണ് വിമല ബിനുവിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായത്. ഡിജിറ്റൽ മീഡിയ സെല്ലാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എന്ന ആക്ഷേപമടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ ഉയർത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈബി ഈഡൻ അധ്യക്ഷ പദവി ഒഴിയാനുള്ള സന്നദ്ധത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ അറിയിച്ചിരിക്കുന്നത്. രേഖാമൂലം തന്നെയാണ് അങ്ങനെ ഒരു അറിയിപ്പ് കത്തായി നൽകിയിരിക്കുകയാണ്. രാജിക്കത്തല്ല, പക്ഷേ തന്നെ ഈ പദവിയിൽ നിന്നും ഒഴിവാക്കി തരണമെന്ന അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഹൈബി ഈഡന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം സ്റ്റേറ്റ് കോർഡിനേറ്റർ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, AICC സെക്രട്ടറി റോജിയം ജോൺ അടക്കമുള്ള നേതാക്കളെ അധിക്ഷേപിക്കാൻ നേതൃത്വം നൽകിയെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം ഹൈബി ഈഡന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും ആ ഒരു കത്തിൽ ഇപ്പോഴും KPCC ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഏതായാലും വിമല ബിനുവിനെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് AICC ജനറൽ സെക്രട്ടറിക്കെതിരെ അടക്കം അധിക്ഷേപം ചൊരിയാനുള്ള ഒരു പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചു എന്ന ആരോപണം അത് തെളിവായി പുറത്തു വന്ന സാഹചര്യത്തിൽ നേരത്തെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും നേതാക്കളെ അധിക്ഷേപിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച ദീപ്തി മേരി വർഗീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. അങ്ങനെ ഈ തർക്കങ്ങളൊക്കെ പോലീസിന് മുന്നിലേക്ക് പരാതിയായി എത്തുന്ന സാഹചര്യം കൂടിയാണ് അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു റോഷി. അപ്പോൾ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയിൽ നിന്ന് ഹൈബി ഈഡൻ ഒഴിയാനുള്ള സന്നദ്ധത അറിയിച്ചു എന്നാണ് ഷിപാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയാകാനുള്ള പോരിനിടയിൽ ചില പോരൊക്കെ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ട്, കളി കാര്യമാകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ കുറിച്ച് ചില പരാതികൾ ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ചില മുതിർന്ന നേതാക്കളുടെ ചില തത്സമയ വിവരങ്ങളൊന്നും തത്സമയം സോഷ്യൽ മീഡിയ വഴി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അത് അങ്ങനൊരു ആരോപണമുണ്ട്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ചില കോൺഗ്രസ് നേതാക്കളൊക്കെ നടത്തുന്ന വിമർശനങ്ങളൊന്നും വേണ്ടത്ര രീതിയിൽ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രതിഫലിച്ച് കാണുന്നില്ല എന്നൊരു വിമർശനം പൊതുവെ ഡിജിറ്റൽ മീഡിയ സെല്ലിനെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈബി ഈഡൻ ഈ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥാനമൊഴിയാം എന്ന സന്നദ്ധത അറിയിച്ചു എന്നുള്ള വിവരമാണ് ഷിപാൽ നൽകുന്നത്.